അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലത്തിന് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു സമയം കൂടി കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം നല്ല സമയത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മുഖാന്തരമായി സഭയുടെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷാജി കെ ഡാനിയൽ, അതുപോലെ മലയാളം സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയപ്പെട്ട പാസ്റ്റർ ജോൺ അബ്രഹാം, എല്ലാ ദൈവദാസന്മാരോടും സഭയിലെ എല്ലാ വിശ്വാസികളോടുമുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് പകൽക്കാലം ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്ന കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് ആമേൻ. ഞാൻ അവിടെ ഇരുന്ന് കർത്താവിൻ്റെ ആത്മാവ് ഇടപെട്ട ഒരു വിഷയം പ്രാരംഭത്തിൽ പറഞ്ഞിട്ട് ആമേൻ ശുശ്രൂഷയിലേക്ക് കിടക്കുകയാണ് ആമേൻ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചില ആളുകൾ, അല്ലെങ്കിൽ ഓൺലൈനിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ അവൻ ഒരു പ്രശ്നത്തെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആ പ്രശ്നത്തിൻ്റെ മുൻപിൽ ഒരു പരിഹാരം കാണാതെ ഇങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റു പ്രശ്നങ്ങൾ എഴുന്നേൽക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഇന്ന് ശക്തമായി അവൻ ആ വിഷയങ്ങളുടെ മേൽ വലിയൊരു വിടുതൽ തന്ന് മാനിക്കുന്ന പകലാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. നിങ്ങളുടെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുന്ന പ്രശ്നങ്ങൾ ഒന്നല്ല, ഒന്നിൽ കൂടുതലാണ് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ ശുശ്രൂഷയുടെ മധ്യത്തിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ആ വിഷയങ്ങളുടെ മേൽ എൻ്റെ കർത്താവ് ചലിക്കാൻ പോവുകയാണ് ആമേൻ. എല്ലാ കണ്ണുകളും ദൈവത്തിൽ ഒരു നിമിഷം അടച്ചിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ കൂട്ടിക്കൊണ്ടുവന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവ്, ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് അങ്ങ് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ പൂർണ്ണമായും കർത്താവ് അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. എല്ലാ മഹത്വവും, ആരാധനയും, പുകഴ്ചയും, ബഹുമാനവും കർത്താവിലേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. അമേൻ, അമേൻ, അമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ? എത്ര പേർ കർത്താവിൻ്റെ സാന്നിധ്യം വാസ്തവമായി ഇവിടെ അനുഭവിക്കുന്നുണ്ട്? നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വളരെ താഴ്മയോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഇവിടെ ശുശ്രൂഷിക്കുവാൻ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ്, ദേവാസന എനിക്ക് 10 മണി വരെ സമയം തന്നിട്ടുണ്ട്. കൃത്യം 10 മണിയാകുമ്പോൾ ഞാൻ ആമേൻ പറയുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ ഷാജി പാസ്റ്റർ ശുശ്രൂഷിച്ച ഒരു സബ്ജക്റ്റ് നമ്മുടെ സഭയ്ക്ക് ഏറ്റവും, അല്ലെങ്കിൽ നമുക്ക് വ്യക്തിപരമായി ഏറ്റവും ആവശ്യമുള്ള ഒരു സബ്ജക്റ്റാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. മറ്റൊന്നുമല്ല, എത്ര പേർ ഓർക്കുന്നു, ദൈവ സാന്നിധ്യം, ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അതേ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് തന്നെ വീണ്ടും ഇന്ന് ആമേൻ കർത്താവിൻ്റെ വചനത്തിൽ സംസാരിക്കുവാനാണ് കർത്താവിനെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സബ്ജക്റ്റ് മറ്റൊന്നുമല്ല, ദ പ്രസൻസ് ഓഫ് ഗോഡ്. പറഞ്ഞാട്ടെ ദൈവ സാന്നിധ്യം, പറഞ്ഞാട്ടെ ദൈവ സാന്നിധ്യം. എത്ര പേർക്ക് ദൈവ സാന്നിധ്യം എസെൻഷ്യലായിട്ട് തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അതോ ഒരു ചടങ്ങ് മാത്രമാണ് ദൈവ സാന്നിധ്യം? ഞാൻ ദൈവ സാന്നിധ്യം എന്നൊരു വേർഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥത്തെ എത്രത്തോളം ഗൗരവമായി കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? എന്താണ് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്? ഞാൻ ഈ ഹാളിനകത്ത് നിൽക്കുമ്പോൾ എൻ്റെ സാന്നിധ്യം നിങ്ങൾ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്, അറിയുന്നുണ്ടല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഇവിടെ കൂടിയാലും അവരുടെ നടുവിൽ കർത്താവ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യം, ഒരു രാജാവ്, അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഈ ഹാളിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി, ആരോടും ചോദിക്കണം, എന്നോട് ഞാൻ ചോദിച്ചാൽ മതി. അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഈ ഹാളിലേക്ക് വന്നാൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഞാൻ പറഞ്ഞത് ഈ ഹാളിനകത്ത് ദൈവ സാന്നിധ്യമുണ്ടെന്നാണ്. കർത്താവിൻ്റെ സാന്നിധ്യം ഈ ഹോളിനകത്തുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഒരിക്കലും ആത്മനിറവിൽ നിൽക്കുന്ന ദൈവജനം ഇങ്ങനെ ആയിരിക്കത്തില്ല സാന്നിധ്യത്തോട് പ്രതികരിക്കുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ ആമൻ പാപത്തിൻ്റെ ചെളിക്കുഴിയിൽ കടന്നിരുന്ന എന്നെയും നിങ്ങളെയും കാൽവറി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെയും കൊടുത്ത് വിലയ്ക്ക് വാങ്ങി സ്വന്തം മക്കളെന്ന പദവി തന്ന് ആമൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള മക്കളുടെ അവകാശം തന്ന് നമ്മളെ ഇവിടെ ഇരുത്തിയിരിക്കുമ്പോൾ ആമൻ ഒരിക്കലും ആമൻ ഡ്രൈ ബോണുകളായിട്ടല്ല നമ്മളിവിടെ ദൈവ സാന്നിധ്യത്തിന് മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. മറിച്ച് ആമൻ വരുവാനുള്ള കർത്താവിൻ്റെ ആമൻ വരവെങ്കിൽ ഒരുങ്ങിയിരിക്കുന്ന ദൈവജനത്തിനൊരു പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ടെങ്കിൽ ഒരിക്കലും മടുപ്പ് കൂടാതെ ആ സന്തോഷത്തെ പ്രകടിപ്പിക്കുന്നതായിരിക്കണം ആരാധന എന്ന് പറയുന്നത്. അല്ലാതെ ആമൻ എന്തോ ചിന്തിച്ചിരിക്കുന്നതല്ല, മറിച്ച് കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, സ്തോത്രത്തോടെ ദൈവവചനം കേൾക്കുമ്പോൾ അത് എന്നോടാണെന്നുള്ള ഉറപ്പോടുകൂടി അതിനെ സ്വീകരിക്കുവാൻ മനസ്സുള്ള എത്ര പേർ ഇതിന് നടുവിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ പറയുന്നു, അങ്ങനെ ഉറപ്പോടുകൂടി അതിനെ സ്വീകരിക്കുവാൻ ആരൊക്കെ ഒരുങ്ങി വന്നിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് പ്രവർത്തിക്കുന്ന പകൽക്കാലമത്രേ. വായിക്കാം ആമേൻ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 33 അതിൻ്റെ 15-ാമത്തെ വാക്യം. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. മതി. എത്ര പേർ പറയും, ഇന്നീ ഹാളിൽ നിന്ന് ഞാൻ പുറത്തു പോകുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ല എങ്കിൽ ഈ ഹാളിൽ നിന്ന് എന്നെ പുറത്തിറക്കരുത് എന്ന് എത്ര പേർ പറയും?
3 തരത്തിലുള്ള ദൈവ സാന്നിധ്യം നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. ഒന്ന്, സർവ്വവ്യാപിയായ ദൈവത്തിൻ്റെ സാന്നിധ്യം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ സ്വർഗത്തിൽ ചെന്നാൽ അവിടെ നിന്റെ സാന്നിധ്യമുണ്ട്. അവൻ പാതാളത്തിൽ എൻ്റെ കിടക്ക് വിരിച്ചാൽ അവിടെയും നിന്റെ സാന്നിധ്യമുണ്ട്. ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നീ എന്നെ നടത്തും. അവൻ സർവ്വവ്യാപിയായ ദൈവത്തിന്റെ സാന്നിധ്യം. അവൻ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രത്യേക സന്ദർഭങ്ങളിൽ വെളിപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ബൈബിളിൽ ഒന്നടങ്കം നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലേ. എന്നാൽ മൂന്നാമതായി ഒരു സാന്നിധ്യം ദൈവവചനം പറയുന്നുണ്ട്. എന്താണ്? നമ്മളിൽ വസിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. ഇന്ന് പകൽക്കാലം പുതിയ നിയമ വിശ്വാസിയെ, നിങ്ങളെയും എന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ അവൻ നമ്മളിൽ വസിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ വഹിക്കുന്ന ഓരോ വ്യക്തികളായി തീരുവാനാണ് സ്വർഗം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. മോശ പറയുന്ന പറച്ചിലിൻ്റെ രഹസ്യം എന്താണെന്നറിയാമോ? അത് മറ്റൊന്നുമല്ല. മോശയോട് ചോദിച്ചാൽ മോശ പറയും, ഞാൻ എന്തോ കണ്ടതുകൊണ്ടല്ല, ഞാൻ എന്തോ കേട്ടതുകൊണ്ടല്ല, പിന്നെ ഞാൻ അറിഞ്ഞു ആ ദൈവ സാന്നിധ്യത്തെ. അതുകൊണ്ട് ആ സാന്നിധ്യത്തിൻ്റെ വില എന്താണെന്ന് എനിക്കറിയാം. ആ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തിൻ്റെ വില എന്താണെന്ന് മോശയ്ക്കറിയാം. അതുകൊണ്ടാണ് മോശ വിളിച്ചു പറയുന്നത്, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ എന്ന്. കാര്യം അനുഭവിച്ചറിഞ്ഞ് ദൈവജനം പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങയുടെ സാന്നിധ്യം കൂടാതെ എൻ്റെ മിടുക്ക് കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ പണം കൊണ്ടോ എൻ്റെ കുടുംബത്തിൻ്റെ മഹിമ കൊണ്ടോ ഞാൻ എന്തായിരിക്കുന്നു എന്നുള്ളതൊന്നും ഒരു ബാധകമല്ല. അപ്പന്റെ സാന്നിധ്യം കൂടെ ഇല്ലെങ്കിൽ എത്ര ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും അവൻ കർത്താവിന്റെ സാന്നിധ്യം കൂടാതെ ഒരുവൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ ബിഗ് സീറോയാ. എന്നാൽ കഞ്ഞിക്ക് വകയില്ലെങ്കിലും അവൻ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും അവന്റെ മേൽ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവനാ ഹീറോ. ഹല്ലേലൂയ. എത്ര പേർ പറയും, ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ ആ സാന്നിധ്യം കൂടാതെ ഞാൻ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകത്തില്ലെന്ന് എത്ര പേർ പറയുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, അവൻ എന്താണ് ദൈവ സാന്നിധ്യത്തിൻ്റെ വാല്യൂ? അവൻ എന്ത് പറഞ്ഞാട്ടെ, ദൈവ സാന്നിധ്യം എനിക്ക് എസൻഷ്യലാണെന്ന് ഹൃദയത്തിൽ കരം വെച്ച് പറഞ്ഞാട്ടെ. എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമുള്ളതാണ്. ഏത് സാഹചര്യത്തിലും അത് കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ലെന്ന് ഹൃദയത്തിൽ വെച്ച് പ്രിയപ്പെട്ടവരെ. അവൻ ഒന്നാമതായി ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യരിൽ രൂപാന്തരം വരുത്തുന്ന ഒന്നാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഗോഡ്സ് പ്രസൻസ് ബ്രിങ്സ് ട്രാൻസ്ഫോർമേഷൻ. അവൻ വായിക്കാം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം. ഗോഡ് പ്രസൻസ് ബ്രിങ്സ് രൂപാന്തരം. ആമേൻ. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തുനിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവ് എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. മതി. 5-ാമത്തെ വാക്യമാണ് അവിടെ നാം ശ്രദ്ധിക്കേണ്ടത്. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന്, എന്നെ നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം. ദമസ്കോസിന്റെ പടിവാതിൽക്കിലൂടെ യാത്ര ചെയ്തു വരുന്ന ശൗലിനെ നമുക്കെല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ. ദൈവ സാന്നിധ്യം ഒരുവന്റെ മേൽ സ്പർശിച്ചപ്പോൾ ശൗൽ ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് വെളിപ്പെട്ട് വന്നപ്പോൾ ശ്രദ്ധിച്ചു, അന്നുവരെയും അല്ലെങ്കിൽ ആ നിമിഷം വരെയും ശൗലിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സഭയെ തകർക്കുക, അല്ലെങ്കിൽ സഭയെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ദൈവമക്കളെ തകർക്കുക, തീർക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. എന്നാൽ ദൈവ സാന്നിധ്യം ഒരുവനെ ചുറ്റി മൂടുമ്പോൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവൻ സഭയെ തകർത്തിരുന്ന ശൗലിനെ ഒരു പൗലോസാക്കി തീർത്തത് ആ ദൈവ സാന്നിധ്യമാണ്. അവൻ ശൗലിനെ പൗലോസാക്കി മാറ്റിയത് ആ ദൈവ സാന്നിധ്യമാണ്. ദൈവ സാന്നിധ്യം ഒരു വ്യക്തിയെ സ്പർശിക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ മാനുഷിക ബുദ്ധിമണ്ഡലങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല ആ വ്യക്തിയിൽ ഒരു മാറ്റം സംഭവിക്കുമോ എന്ന്. അല്ലെങ്കിൽ ഒരുപക്ഷെ ചില ആളുകൾ വെല്ലുവിളിക്കത്തില്ലേ, നിങ്ങൾ സേവിക്കുന്ന കർത്താവിനെ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഈ ദൈവം ജീവനുള്ള ദൈവമല്ല എന്നൊക്കെ നമ്മളോട് പറയാറില്ലേ. സുവിശേഷം പറയുമ്പോൾ ഒരു ചെവിലൂടെ കയറ്റി മറ്റു ചെവിലൂടെ ഇറക്കി വിടാറില്ലേ. എന്നാൽ ദൈവ സാന്നിധ്യം ഒരു വ്യക്തിയെ സ്പർശിക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാനതൊരു ഉദാഹരണമാണ്. ഈ ലോകത്തിന്റെ എല്ലാ മോഹങ്ങൾക്കും അടിമപ്പെട്ട് ഈ ശരീരത്തിൽ നോക്കിയിരുന്നാൽ ജപിച്ച ചരടുകൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയത്തുള്ളായിരുന്നു. ദൈവമുണ്ടോ ദൈവമില്ല എന്ന് വെല്ലുവിളിച്ച് നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ മേൽ അവൻ സ്പർശിച്ചപ്പോൾ ഈ ബൈബിളുമായി നിന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവവചനം സംസാരിക്കുവാൻ എന്നെ ദൈവം ബലപ്പെടുത്തിയെങ്കിൽ ദൈവ സാന്നിധ്യം ഒരുവൻ്റെ മേൽ സ്പർശിച്ചാൽ അത് അവൻ്റെ മേൽ രൂപാന്തരം വരുത്തുന്നതാ. ദൈവം രൂപാന്തരം വരുത്തിയാൽ മാനുഷിക ബുദ്ധിമണ്ഡലങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്തവണ്ണം ദൈവപ്രവൃത്തി ഒരുവനിലൂടെ വെളിപ്പെട്ട് വരുന്നത് നിങ്ങൾ എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? എൻ്റെ ജീവിതത്തിൽ, എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത്, എൻ്റെ സഭ
ഇടയ്ക്കകത്ത് അങ്ങനെ ഒരു രൂപാന്തരത്തിന്റെ പ്രവർത്തനം എൻ്റെ കർത്താവ് തുറക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ദൈവ സാന്നിധ്യം ചലിക്കുമ്പോൾ, ദൈവ സാന്നിധ്യം ഇടപെടുമ്പോൾ ചില ശൗലിനെ പൗലോസാക്കി മാറ്റിയതുപോലെ അവൻ ലോകത്തെ പിടിച്ചു കുലുക്കുന്ന ദൈവ വചനത്തിന് വേണ്ടിയിട്ട് ജീവിതത്തെ പോലും ഏൽപ്പിച്ചു കൊടുത്ത് ഭയമില്ലാതെ പുറപ്പെടുന്ന ശൗലിനെ പൗലോസാക്കുന്ന ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കേട്ടോ, ഇത് ഓർക്കുക. നിങ്ങൾ ഇങ്ങനെ ഒരു സർക്കിളാണെന്ന് ചിന്തിക്കുക. ഇത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു സർക്കിളാണെന്ന് ചിന്തിക്കുക. അവൻ ചലിച്ചു വന്ന ഈ സർക്കിളിനകത്ത് കയറിയപ്പോൾ പറഞ്ഞാട്ടെ, ശൗൽ ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്തായിപ്പോയി. അവൻ ഏൽപ്പിച്ചു കൊടുത്ത് എന്താ അനന്യാസിൻ്റെ ഒരു കൈവെപ്പിന് വേണ്ടിയിട്ട് അവൻ പ്രാർത്ഥിച്ച് പുറപ്പെടുവിച്ചപ്പോൾ അവൻ ആ സാന്നിധ്യത്തിന് മുൻപാകെ ശൗൽ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം, ഒരു പരിവർത്തനം സംഭവിച്ചത്. ഇന്ന് പലരും ഈ സർക്കിളിൻ്റെ അകത്തുണ്ട്, എങ്കിലും ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. ജഡം ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ചില ആളുകൾ എന്താണെന്നറിയാവോ, എപ്പോഴോ ഏൽപ്പിച്ചു കൊടുത്ത് ശരിയാ, എപ്പോഴോ ഏൽപ്പിച്ചു കൊടുത്തെങ്കിലും ഒരു കാലി ഈ സർക്കിളിനകത്തും ഒരു കാലി സർക്കിളിന്റെ പുറത്തുമായി ഇന്ന് പലരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുന്നത്? പകുതിക്കാലം ദൈവ സാന്നിധ്യത്തിന്റെ അകത്തും പകുതിക്കാലത്ത് ഈ ലോകത്തിന്റെ സാന്നിധ്യത്തിന്റെ മോഹങ്ങൾക്കും അടിമപ്പെട്ടുമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ മേൽ ദൈവപ്രവൃത്തി സംഭവിക്കാത്തത്. എന്നാൽ ആ പുറത്തു വച്ചിരിക്കുന്ന കാലുമായി യാത്ര ചെയ്യുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ ആഴത്തിൽ വിളിച്ചു പറയുക, ആ പുറത്തു വച്ചിരിക്കുന്ന കാല് നാശത്തിലേക്കാ പോകുന്നത്. കാര്യം ദുഷ്ട പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുന്ന പകല. ആകയാൽ ആ കാല് ഈ സർക്കിളിനകത്തേക്ക് വെക്കുമ്പോൾ, ഈ പുറത്തു വച്ചിരിക്കുന്ന കാല് ഈ സർക്കിളിനകത്തേക്ക് വെക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവ സാന്നിധ്യത്തിന്റെ അകത്താ. ഒരു പക്ഷേ നിങ്ങളുടെ തലമുറയായിരിക്കും അവൻ ആ കാല് രണ്ട് പുറത്ത് വെച്ച് യാത്ര ചെയ്യുന്നത്. കർത്താവേ, ഞാൻ എൻ്റെ തലമുറയോട് പറഞ്ഞു മടുത്തു, എൻ്റെ തലമുറയോട് വേണ്ടി ഞാൻ പറഞ്ഞു മടുത്തു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മടുത്തു. അവർ ഒരു കാല് പോലും ആ സാന്നിധ്യത്തിന്റെ സർക്കിളിലേക്ക് വയ്ക്കുന്നില്ല. ഭാരപ്പെടണ്ട. ആത്മാവിൽ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ ഇന്ന് ഒരുക്കമാണോ? അവൻ ഒരു മനസ്സോടെയുള്ള പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥന അവൻ ചങ്ങലകളെ പൊട്ടിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അവൻ നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ചില അന്ധകാരത്തിന്റെ ശക്തിമണ്ഡലങ്ങൾ, ചില പിശാചിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് പകൽക്കാല സ്വർഗം പൊളിക്കുന്ന പകല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാമല്ലേ, അവൻ എല്ലാവരും ലോകം നൽകിയൊരു പേരുണ്ട്. ആർക്കാ? മുടിയനായ പുത്രൻ. അവൻ ലോകം നൽകിയ പേരാ. എന്താ മുടിയനായ പുത്രന് സംഭവിച്ചത്? താൻ സർക്കിളിനകത്തായിരുന്നു, താൻ സാന്നിധ്യത്തിന്റെ അകത്തായിരുന്നു. എന്നാൽ അവൻ ലോകമോഹം തന്നെ വഹിച്ചപ്പോൾ താൻ സ്വത്തുമായി അവൻ സാന്നിധ്യത്തിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ. സാന്നിധ്യത്തിന്റെ പുറത്ത് താനായപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒന്നിന് പുറകെ ഒന്നായി ദേവദാസന്റെ പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങി. സാന്നിധ്യത്തിനകത്ത് പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. സാന്നിധ്യത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ ഒരു ഉറപ്പുണ്ട്, എനിക്ക് വേണ്ടി ഒരു അപ്പനുണ്ടെന്നുള്ള ഉറപ്പ്. എന്നാൽ സാന്നിധ്യത്തിന് പുറത്തിറങ്ങി കഴിയുമ്പോൾ അവൻ ആത്മതലം അവൻ ഇല്ലാതാകും. പിന്നെ ജഡമ മൊത്തം പ്രവർത്തിക്കുന്നത്. പിശാചിന്റെ തന്ത്രം എന്താണെന്നറിയാമോ? നിന്നെ ആ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തിറക്കുക എന്നുള്ളതാ പിശാചിന്റെ തന്ത്രം. എന്നാൽ ദൈവവചനം ജീവനുള്ളതാ. ഇന്ന് പകൽക്കാലം ഈ ജീവനുള്ള വചനം വിളിച്ചു പറയുന്നത് പിശാചിന്റെ പദ്ധതികളെ പൊളിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും സാന്നിധ്യത്തിന്റെ പുറത്ത് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ആ ധൂർത്തുപുത്രൻ അവൻ പന്നിക്ക് കിട്ടുന്ന വാള വരെയെങ്കിലും കിട്ടിയ കൊള്ളാമായിരുന്നു ചിന്തിച്ചു പോയ സാഹചര്യം ഉണ്ടായത് എന്താണെന്നറിയാമോ? ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു മകനെ അവിടെ ചിത്രീകരിക്കുന്നത്. അങ്ങനെയെങ്കിലും ഒരു ഭക്ഷണം ലഭിച്ചാൽ കൊള്ളാമായിരുന്നുവെന്ന് ചിന്തിച്ചതിന്റെ അർത്ഥം എന്താ? അവൻ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറപ്പെട്ടു. എന്നാൽ എവിടെയാണോ അവൻ സമർപ്പിക്കപ്പെടുവാൻ ഒരുക്കമുള്ള ഒരു മകനായി തീർന്നത്, അവൻ തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ കാത്തിരിക്കുന്ന ഒരു അപ്പനെ നമ്മൾ കാണുന്നുണ്ടല്ലേ. അവൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അധികാരത്തിന്റെ മോചനം കൈമാറി അവൻ ആണയണിയിച്ചിട്ട് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്ന ഒരു അപ്പൻ സാന്നിധ്യത്തിനകത്ത് എന്നെ നിങ്ങളെ കാത്തിരിക്കുക. ആരെങ്കിലും സാന്നിധ്യത്തിന് പുറത്തുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മടങ്ങി സാന്നിധ്യത്തിന്റെ അകത്തേക്ക് വാ. അവിടെയാ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഒന്നാമതായി ദൈവ സാന്നിധ്യം മനുഷ്യരെ രൂപാന്തരം വരുത്തുന്നു. രണ്ടാമതായി രൂപാന്തരം വന്ന ഒരു ദൈവ പൈതലാണോ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്നിൽ നിങ്ങളിൽ വ്യാപരിക്കേണ്ട ഒന്നുണ്ട്. എന്താ? ദൈവിക സമാധാനം എന്നുള്ളത്. ആമേൻ. ഗോഡ്സ് പ്രസൻസ് ഗീവ്സ് പീസ്. സമാധാനം തരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. വായിക്കാം സങ്കീർത്തനം 23-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം.
എല്ലാവർക്കും അറിയാവുന്ന വാക്യം വായിച്ചോട്ടെ. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. മതി. ശ്രദ്ധിക്കുക, അവൻ ദൈവ സാന്നിധ്യം എന്ന സർക്കിളിനകത്ത് യാത്ര ചെയ്യുന്ന ഒരു ദൈവവൈതലിന്റെ ഉറപ്പ് എന്താണെന്നറിയാമോ? അവനിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ഒരു സമാധാനത്തെ അവൻ തിരിച്ചറിയുവാൻ ഇടയാകും. ശ്രദ്ധിക്കണം, ഈ ദൈവ സാന്നിധ്യത്തിന് പുറത്തിറങ്ങി നിൽക്കുന്ന ഓരോ വ്യക്തിക്കും എന്താ ആദ്യം സംഭവിക്കുന്നതെന്നറിയാമോ? ആ ദൈവം പകർന്ന സമാധാനം തിരിച്ചറിയാൻ മേലാതെ ആ ദൈവിക സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്. ആ സമാധാനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പലപ്പോഴും പതറിപ്പോകത്തേ ഉള്ളൂ. അവിടെ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഉറപ്പില്ലാതായി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരൊക്കെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തി, ഒരുപക്ഷെ നിങ്ങൾ ചെയ്തു പോയ ചില ചെറിയ കുറവുകളാകാം, ചില കുറ്റം പറച്ചിലുകളാകാം, ചില വിമർശനങ്ങളാകാം, ചില ചെറിയ പാപങ്ങളാകാം, വലിയ പാപങ്ങളാകാം, എന്തുമായിക്കോട്ടെ, ദൈവവചനത്തിന് വിരുദ്ധമായി ആരെങ്കിലും എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടിട്ട് ഈ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങി നിൽക്കുക. ഈ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ അവിടെ കർത്താവ് തരുന്നൊരു ദൈവിക സമാധാനമുണ്ട്. അതുകൊണ്ട് ദാവീദ് പറയുന്നത്, കൂരിരുൾ താഴ്വരകളിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അങ്ങനെ ഒരു അധികാരത്തോടെ ധൈര്യത്തോടെ പറയാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവൻ ചലിക്കുന്നത്, അവൻ സമാധാനത്തിന്റെ മണ്ഡലത്തിലാണ്. അവൻ പ്രശ്നങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്. എനിക്കും പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന സകല ആളുകൾക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുണ്ട്. എന്നാൽ അവരെ നയിക്കുന്ന ദൈവത്തിന് ഒരു സമാധാനമുണ്ട്. അതുകൊണ്ട് പതറിപ്പോകാതെ, അതുകൊണ്ട് വീണു പോകാതെ, അതുകൊണ്ട് ജയിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോകുന്നത് അത് കർത്താവിന്റെ കൃപയാ, ദൈവിക സമാധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നൊന്ന് വായിക്കാം. യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചോട്ടെ. അവൻ യാക്കോബ് എഴുതിയ പുസ്തകം ലേഖനം 3-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചോട്ടെ. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ അവൻ ജ്ഞാന ലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്കു പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവുമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതാകുന്നു. മതി. 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്ര. ശ്രദ്ധിച്ചോ, 17-ാമത്തെ വാക്യം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും. ദൈവ സാന്നിധ്യത്തിനകത്ത് യാത്ര ചെയ്യുന്ന പൈതലേ, നിന്റെ മേൽ സമാധാനം വ്യാപരിക്കുമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക. ആരെങ്കിലും സമാധാനമില്ലാതെ ഭാരപ്പെട്ട് നീ ഹോളിനകത്തേക്ക് വന്നിട്ടുണ്ടോ? ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും സമാധാനമില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുക, നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാലായിരിക്കുന്നത് ദൈവ സാന്നിധ്യത്തിന്റെ ആ സർക്കിളിന് പുറത്താ. അതുകൊണ്ട് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു പോയത്. നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് ആ സമാധാനം ഭവനത്തിനകത്ത് ഇല്ലാതെ പോയത്. നിങ്ങളുടെ തലമുറയുടെ മേൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആരോ സമാധാനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ആ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുന്നത് കൊണ്ട്. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഭിഷിക്തന്റെ ശബ്ദത്തിന് മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവവൈതലേ, ഇത് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നീ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ അവിടെ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, തലമുറയുടെ മേൽ വ്യാപരിക്കുന്ന ഒരു സമാധാനമുണ്ട്. അത് ലോകം തരുന്ന സമാധാനമല്ല, എന്റെ കർത്താവ് തരുന്ന അവൻ നിത്യ സമാധാനം. ശ്രദ്ധിക്കണം. അതുകൊണ്ട് അവൻ, നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് ഒന്ന് നോക്കിയാൽ അവൻ പെട്ടെന്ന് പോകാം. അവൻ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, നമുക്കറിയാമല്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ തലയിൽ ആരെങ്കിലും ഒരു തോക്ക് വെച്ചിട്ട് പറയുക, നീ സേവിക്കുന്ന കർത്താവിനെ നീ തള്ളി പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ, സ്വന്തമായി ഒന്ന് ചിന്തിച്ച്, ഞാനും നിങ്ങൾ എത്ര പേർ ആ കർത്താവിനെ തള്ളി പറയുമോ? അതോ എന്നെ കൊന്നാലും വേണ്ടുകയില്ല, ആ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് പറയുവാൻ ധൈര്യം എന്നിൽ നിങ്ങൾ എത്ര പേർക്കൊണ്ട് പ്രിയപ്പെട്ടവരെ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ ഹോളിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്ന സമയത്ത് ഒരു പക്ഷെങ്കിൽ നമ്മുടെ ചിന്ത എന്താകും? പക്ഷെ പ്രാർത്ഥിക്കാം നമുക്കിന്ന്. ഈ ഹാളിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ നമ്മൾ വന്നവരെ പോലെ ആയിരിക്കരുത് ഞാൻ നിങ്ങൾ മടങ്ങിപ്പോകുന്നത്. അവൻ എനിക്ക് ജീവിക്കുന്നത്, പറഞ്ഞാട്ടെ, ക്രിസ്തുവും
അവൻ എത്ര പറയുന്ന ആത്മാവിൽ അങ്ങനെ പറഞ്ഞ് പുറപ്പെടാൻ തയ്യാറാകും. അവൻ ശ്രദ്ധിക്കുക, ശദ്രക്കിനെ മേശക്കിനെ അബേദ്നെഗോയെയും തീയുടെ മുൻപിൽ കൊണ്ട് നിർത്തിയിട്ട് നെബൂഖദ്നേസർ രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ അവൻ ഈ ഒരുക്കി വച്ചിരിക്കുന്ന വിഗ്രഹത്തെ ആരാധിച്ചില്ലെങ്കിൽ നിന്നെ അതിലേക്ക് തള്ളിക്കളഞ്ഞ് തീർക്കാൻ പോവുക. എന്നത്തേതിൽ 7 മടങ്ങ് അവൻ തീയ കൂട്ടിയിട്ടിരിക്കുന്നത്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൻ ജഡത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തികളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തിറങ്ങി സഞ്ചരിക്കുന്ന വ്യക്തികളായിരുന്നെങ്കിൽ, ഒരു പക്ഷെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അവർ പതറിപ്പോകത്തില്ലേ? പതറിപ്പോകും. എന്നാൽ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ പറയുന്ന ഒരു കാര്യമുണ്ട്. പേടിക്കണം, ഞാൻ താഴെ പോകാതിരിക്കാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹലോ, ആ വാക്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ്. ഞാൻ വായിക്കണേ, പെട്ടെന്ന് പറയാം. ദാനിയേൽ 3-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു 18-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല. ദൈവിക സമാധാനത്തിൽ നിൽക്കുന്ന അഭിഷിക്തൻ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ വായിക്കുന്നത്. അതിൻ്റെ അടുത്ത വാക്ക്, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്ന് അറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. അതിന് 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഇനി അല്ലെങ്കിലും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സുഖമുള്ള കാലത്ത് നമുക്ക് കർത്താവ് വിശ്വസ്തൻ എന്ന് പറയാൻ പറ്റുമല്ലേ? എന്നാൽ ഒരു പ്രയാസം വരുമ്പോൾ എത്ര പേർ പറയും എൻ്റെ കർത്താവ് വിശ്വസ്തനാണെന്ന്? ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ അറിയാം ആരൊക്കെയാണ് ആ സർക്കിളിനകത്ത് നിൽക്കുന്നതെന്ന്. നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമല്ല ആ ദൈവ സാന്നിധ്യത്തെ നിന്നിൽ നിന്ന് അകറ്റാൻ ഇടയാക്കുന്നത്. നീ വിചാരിക്കണം, ആ സാന്നിധ്യത്തിനകത്ത് നിൽക്കുമ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും, എന്ത് പ്രതികൂലങ്ങൾ വന്നാലും അതിന് നടുവിലും വിളിച്ചു പറയണം, എൻ്റെ യഹോവ ഈരെ, എന്നെ കരുതുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ ഇടയ്ക്ക് വെച്ച് കൈവിടുന്ന ഒരു കർത്താവല്ല, മറിച്ച് ലോകത്തിന്റെ അവസാനത്തോളം കർത്താവിന്റെ വരവരെയും വിശ്വസ്തയോടെ കൂടെ നിന്ന് എന്നെ മാനിക്കുന്ന സർവശക്തനായ ദൈവം എന്റെ കൂടെയുണ്ടെന്ന് ആ സാന്നിധ്യത്തിന്റെ അകത്ത് നിൽക്കുമ്പോൾ ഒരു ദൈവമായി ഉറപ്പ് വരും. ആമേൻ, ഹല്ലേലൂയ. ഒന്നാമതായി ദൈവ സാന്നിധ്യം മനുഷ്യരെ രൂപാന്തരം വരുത്തുന്നു. രണ്ടാമതായി ദൈവ സാന്നിധ്യം മനുഷ്യരിൽ സമാധാനം തരുന്നു. വായിക്കാം, മൂന്നാമതായി ദൈവ സാന്നിധ്യം നമ്മളിൽ ശക്തിയെ നൽകുന്ന ഒന്നാണ്. വായിക്കാം, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ അപ്പോസ്തല പ്രവൃത്തി 1:8. യെസ്, മതി. ശ്രദ്ധിക്കുക, ഗോഡ് പ്രസൻസ് ഗീവ്സ് പവർ. പറഞ്ഞാട്ടെ, ശക്തി, ദൈവശക്തി. പറഞ്ഞാട്ടെ, ഒന്നാമത് ദൈവ സാന്നിധ്യം രൂപാന്തരം വരുത്തി ഒരുവനെ ദൈവ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ അവൻ അനുഭവിക്കുന്ന ഒന്നാണ് ദൈവിക സമാധാനം എന്ന് പറയുന്നത്. ദൈവിക സമാധാനത്തിൽ നിൽക്കുന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവൻ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. ആ സാന്നിധ്യം എൻ്റെ മേൽ ദൈവശക്തിയായി പുറപ്പെട്ടു വരുന്ന ഒരു അധികാരത്തിന്റെ കൈമാറ്റം, അഭിഷേകത്തിന്റെ ഒരു കൈമാറ്റം സ്വർഗം എൻ്റെ മേലും നിങ്ങളുടെ മേലും തന്നിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം, അവൻ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തിറങ്ങിയ പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താ? യേശു കർത്താവിനെ 3 പ്രാവശ്യം താൻ തള്ളിപ്പറഞ്ഞു അല്ലേ? അവൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് അവൻ താൻ സാന്നിധ്യത്തിന് പുറത്ത് നിന്നപ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കണം, ആ സാന്നിധ്യത്തിന് പുറത്ത് നിന്നപ്പോൾ, ആ സാന്നിധ്യത്തിന് പുറത്തേക്ക് വന്നപ്പോൾ കർത്താവിനെ തള്ളിപ്പറയുവാനിടയായി. എന്നാൽ സാന്നിധ്യം വീണ്ടും വന്ന് കർത്താവ് ചോദിക്കുന്നത്, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചതിന് അവിടെ പത്രോസ് തൻ്റെ ജീവിതത്തിൽ താൻ നടത്തിയ ഒരു സമർപ്പണമുണ്ടല്ലേ, ഒരു മനസ്സുപതിക്ക് രൂപാന്തരപ്പെട്ട ഒരു സമർപ്പണമുണ്ടല്ലേ. ദൈവ സാന്നിധ്യം പത്രോസിനെ വീണ്ടും മടക്കിക്കൊണ്ടുവന്നപ്പോൾ താൻ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയാ. ശ്രദ്ധിക്കുക, ആ സാന്നിധ്യത്തിൽ ഇറങ്ങി നിന്നപ്പോൾ തൻ്റെ മേൽ സമാധാനം വ്യാപരിച്ചു. കർത്താവ് പറയുന്നു, നിങ്ങൾ കാത്തിരിക്കണം, പുറപ്പെട്ടു പോകരുത്. ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് വരുന്നൊരു ദിവസമുണ്ട്. അവൻ പെന്തക്കോസ്ത് നാൾ മാളികമുറിയിൽ കാത്തിരിക്കുവാൻ തൻ്റെ മേൽ സമാധാനം വ്യാപരിച്ചപ്പോൾ താൻ എല്ലാം മറന്ന് അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു ആത്മതലത്തെ നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുമല്ലേ. എന്നാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, അന്നുവരെയും അവൻ പലതും ചിലത് കേട്ടപ്പോൾ യേശുവിന്റെ നാമത്തെ പേടിച്ച് പത്രോസ് തള്ളിപ്പറഞ്ഞപ്പോൾ അവൻ മാളികമുറിയിൽ അവൻ തന്റെ മേൽ പകരപ്പെട്ട ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം തന്നെ നിറച്ചപ്പോൾ അവൻ ആത്മാവിന്റെ നിറവിൽ പത്രോസ് മാളികമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ദൈവദാസൻ വായിച്ചില്ലേ, സുന്ദരമെന്ന ദേവാലയത്തിന് മുൻപിൽ അവൻ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മുടന്തിനെ കൊണ്ടിരുത്തിയപ്പോൾ അന്നുവരെ പത്രോസ് അതിനെ യാത്ര ചെയ്തു കാണും. എന്നാൽ തന്റെ മേൽ ദൈവശക്തി വെളിപ്പെട്ടപ്പോൾ താൻ തന്റെ ആ മുടന്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്
താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പൊന്നും വെള്ളിയും എനിക്കില്ല, നാസറയനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക. പകൽക്കാലം എത്ര പേർ പറയുന്നുണ്ട് ആ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ അവൻ നിങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ചില അത്ഭുത പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട്, ചില അധികാരത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ സ്വർഗം ഇന്ന് നിങ്ങളെ അധികാരപ്പെടുത്തുന്ന പകൽക്കാലമാണെന്ന് പരിശുദ്ധ ആത്മാവ് പറയുക. സമയം മുമ്പ് അത് കുറവായതുകൊണ്ട് ഓടിച്ചു പോകട്ടെ. അവൻ ശ്രദ്ധിക്കുക, ഒന്നാമതായി ദൈവ സാന്നിധ്യം നമ്മളെ രൂപാന്തരം വരുത്തുന്നു. രണ്ടാമതായി ദൈവ സാന്നിധ്യം നമുക്ക് സമാധാനം അടക്കി തരുന്നു. മൂന്നാമതായി ദൈവ സാന്നിധ്യം നമ്മൾ ദൈവ ശക്തിയായി വ്യാപരിക്കുന്നു. നാലാമതായി ശ്രദ്ധിച്ച് കേൾക്കണം, ദൈവ സാന്നിധ്യം നമുക്ക് ഉറപ്പ് തരുന്നു. God's presence gives assurance. വായിക്കാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്തും നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. ഒന്നുകൂടെ വായിക്കാം. 1 തെസ്സലോനിയൻസ് 4-ാം അധ്യായം 16 മുതൽ 17 വാക്യങ്ങൾ. 1 തെസ്സലോനിയർ 4-ാം അധ്യായം 16 മുതൽ 17 വാക്യം ശ്രദ്ധിച്ച് കേൾക്കും. എല്ലാവരും പ്രാർത്ഥിച്ചിരിക്കണം. വായിച്ചാട്ടെ സഹോദരി. കർത്താവിന്റെ പ്രത്യക്ഷത വരെ 1 തെസ്സലോനിയൻസ് 4-ാം അധ്യായം 16 മുതൽ 17 വരെ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളും. എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവ സാന്നിധ്യം നമ്മളിൽ തന്നെ ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത്? ആമേൻ. നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തിറങ്ങി ആരെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് കേട്ട ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആമേൻ, എനിക്കും നിങ്ങൾക്കും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തിറങ്ങി യാത്ര ചെയ്യാൻ ഈ ദൈവവചനം അധികാരം തരുന്നില്ല. മറിച്ച് ഈ ദൈവ സാന്നിധ്യത്തിലേക്ക് ആരൊക്കെ എന്ന് ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ കുറവുണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, യേശുവേ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്ത ശാപവാക്കുകൾ പറഞ്ഞുപോയി, ഞാൻ എന്നെ തന്നെ വിധിച്ചു, എൻ്റെ തലമുറയെ വിധിച്ചു, സഭയെ വിധിച്ചു, ദൈവദാസന്മാരെ വിധിച്ചു. ഇനി എനിക്ക് അത് വേണ്ട, എനിക്കൊരു പുതിയ തുറപ്പാട് വേണം, എനിക്ക് പുതിയ തുടക്കം വേണം. വേദപുസ്തകം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. എനിക്കോ പഴയതിൽ കഴിയാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അവൻ ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ ദൈവിക സമാധാനം ആ സാന്നിധ്യത്തിനകത്ത് മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കുന്നത്. ഈ ലോകം തരുന്ന സമാധാനം അത് വെറും താൽക്കാലികമാണ്. ഈ ലോകം തരുന്ന സന്തോഷം അത് വെറും താൽക്കാലികമാണ്. എന്നാൽ കർത്താവ് തരുന്ന സമാധാനം അത് നിത്യ സമാധാനമാണ്. ആ സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്ന ദൈവവേദനയെ എനിക്കും നിങ്ങളുടെ മേലും ദൈവിക സമാധാനം വ്യാപരിക്കും. ആ സമാധാനവുമായി അവൻ മാളികമുറിയിൽ കയറുമ്പോൾ നമ്മുടെ മേൽ വെളിപ്പെട്ട സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മേൽ പകരപ്പെട്ട ഒരു ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തിയുമായി യാത്ര ചെയ്യുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ എത്ര പേർക്ക് പറയാൻ കഴിയും, ഒന്ന് ഞാൻ ചെയ്യുന്നത് പിന്നിലുള്ളത് മറന്നു, മുന്നിലുള്ളതിനെ ലാക്കാക്കിയും കൊണ്ട് ക്രിസ്തുവേശുവിങ്കിൽ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നുവെന്ന് എത്ര പേർ പറയും? ഇപ്പോൾ വായിച്ചില്ലേ, എന്താ നമ്മുടെ ഉറപ്പ്? എൻ്റെ കർത്താവ് വരുവാൻ സമയമായിരിക്കുക. അവൻ കർത്താവ് താൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ എൻ്റെ കർത്താവ് വരുവാൻ സമയമായിരിക്കുന്നു. എത്ര പേർ ഇന്ന് പകൽക്കാലം ഒരുക്കമുള്ളവരായിട്ടുണ്ട്? പ്രിയപ്പെട്ടവരെ, ഈ സാന്നിധ്യത്തിലല്ല നിങ്ങൾ യാത്ര ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ പുറപ്പാടിന് ഒരുക്കമില്ലെന്ന് അർത്ഥം. ഇന്ന് പകൽക്കാലം ഒരു സാന്നിധ്യത്തിലേക്ക് ഇറങ്ങി നിൽക്കുക. കർത്താവ് വരുവാൻ സമയമായിരിക്കുകയാണ്. കണ്ണുകൾ അടയ്ക്കാം ദൈവസന്നിധിയിൽ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞാട്ടെ. ഒരുപാട് സമയമെടുത്ത് സംസാരിക്കേണ്ട സബ്ജക്റ്റാണ്. എന്നാൽ നമ്മുടെ മുമ്പിലുള്ള സമയത്തിനുള്ളിൽ തീർക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് ഞാൻ വളരെ സ്പീഡിൽ പോകുന്നത്. ഒന്നാമതായി ദൈവ സാന്നിധ്യം നമ്മളിൽ രൂപാന്തരം വരുത്തുന്നു. രണ്ടാമതായി ദൈവ സാന്നിധ്യം നമുക്ക് സമാധാനത്തിൻ്റെ തലത്തിലേക്ക് നമ്മളെ ഇറക്കി നിർത്തുന്നു. മൂന്നാമതായി ദൈവ സാന്നിധ്യം ഒരുവൻ്റെ മേൽ വെളിപ്പെട്ടപ്പോൾ അവൻ്റെ മേൽ ദൈവശക്തിയായി അത് വ്യാപരിക്കുന്നു. ദൈവിക ശക്തി വ്യാപരിച്ച ഒരു ദൈവവേദനയെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത് എന്നെ നടത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവൻ എന്നെ കൈപിടിച്ച് നടത്തുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ കാണുക, നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പ്രതീക്ഷയുണ്ട്, എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് ഉറപ്പുള്ള എത്ര ദൈവവേദനുണ്ട്?
അതായിരിക്കണം ഒരു വിശ്വാസിയുടെ ഉറപ്പെന്ന് പറയുന്നത്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവസാന തുള്ളി രക്തം വരെയും അവൻ ചൊരിഞ്ഞ് എന്നെയും നിങ്ങളെയും മക്കളെന്ന പദവി നിന്ന് വിളിച്ച് ചേർക്കപ്പെട്ട അവൻ നമ്മളെ എവിടെയോ കൈവിട്ടിട്ട് പോകാനല്ല. നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സാന്നിധ്യം, ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സന്തോഷം, ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സമാധാനം, അത് ഇവിടം കൊണ്ട് തീരുന്നതല്ല. നിത്യതയിലും തുടരുവാൻ വേണ്ടിയിട്ട് ഈ യാത്ര, ഈ പുറപ്പാട്, ആ കാഹളം ധ്വനിക്കുമ്പോൾ അതുവരെയും അത് കഴിഞ്ഞു നിത്യമായ ദൈവിക സാന്നിധ്യത്തിനും ദൈവിക സമാധാനത്തിനും കഴിയുവാൻ വേണ്ടിയിട്ട് സ്വർഗം നമ്മളെ കണ്ടിരിക്കുന്നത്. എല്ലാ കടകളും ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാമോ? എത്ര പേർ വിശ്വസിക്കുന്നു ദൈവ സാന്നിധ്യം ഇന്ന് ചില രൂപാന്തരങ്ങൾ വരുത്തിയിട്ടുണ്ട്? ദൈവ സാന്നിധ്യം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമാധാനത്തിൻ്റെ മണ്ഡലത്തിലേക്ക് എന്നെ വീണ്ടും മടക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവ സാന്നിധ്യം ഞാൻ എപ്പോഴും അഭിഷേകം പ്രാപിച്ചതാ, ദൈവശക്തി പ്രാപിച്ചതാ, പക്ഷേ എവിടെയോ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. എവിടെയൊക്കെയോ ഞാൻ പ്രാപിച്ച അഭിഷേകം ഞാൻ വലിച്ചെറിഞ്ഞു കളഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ ഇടപെടലുകളിൽ ആ ദൈവശക്തി ഞാൻ വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഇന്ന് പകൽക്കാലം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരു ആത്മതലത്തെ ദൈവദാസന്മാരെ, ദൈവദാസിയെ, ആമൻ ദൈവജനമേ നിങ്ങളുടെ ജീവിതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവവേദന വീണ്ടും ആ സാന്നിധ്യത്തിലേക്ക് ആക്കിയിട്ട്, ആ സമാധാനത്തെ പകർന്നിട്ട്, ആ ശക്തിയാൽ നിറച്ചിട്ട് അവൻ കർത്താവിന് വരവെങ്കിൽ എടുക്കപ്പെടുമെന്നുള്ള ഉറപ്പ് നിങ്ങളുടെ അകത്താക്കി വെച്ച് നിങ്ങളെ യാത്ര ചെയ്യിക്കുന്ന ഒരു പകൽക്കാലമാക്കി എൻ്റെ സ്വർഗം അവൻ ഇന്ന് പകൽക്കാലം മാറ്റാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർ പ്രാർത്ഥിക്കും, ലോർഡ് ഐ ഡോണ്ട് വാണ്ട് ടു മൂവ് വിത്തൗട്ട് യുവർ പ്രസൻസ്? എത്ര പേർ പ്രാർത്ഥിക്കും? അവൻ നാം എന്ത് വഹിക്കുന്നു എന്നുള്ളതല്ല പ്രിയപ്പെട്ടവരെ, നമ്മെ ആര് വഹിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. അവൻ പ്രിയ ചെറിയാച്ചൻ പാസ്റ്റർ എപ്പോഴും നിങ്ങളെ നോക്കി പറയാറുണ്ടോ? എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ല. അവൻ നമുക്കറിയാമല്ലേ, മോശ അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ 40 പകലും രാവും അവൻ ഭക്ഷണമോ വെള്ളമോ കുടിക്കാതെ അവൻ കൽപ്പനയുടെ പലകയുമായി അവൻ മലയിൽ നിന്ന് താഴെട്ട് ഇറങ്ങുമ്പോൾ മോശ പോലും തിരിച്ചറിഞ്ഞില്ല മോശയുടെ മുഖം അവൻ തേജസ്സേറിയ രീതിയിൽ പ്രകാശിച്ചത്. അവൻ ദൈവദാസൻ പലരെ നോക്കി പറയാറില്ലേ, നിങ്ങളുടെ മുഖത്തിൽ നിന്നൊരു ദൈവത്തിൻ്റെ തേജസ് കാണുന്നുണ്ടെന്ന്? അത് വെറും വാക്ക് പറയുന്നതല്ല. ആ അഭിഷേകത്തിന് അത് പറയാൻ കാര്യമെന്നറിയാമോ? അഭിഷേകത്തിന്റെ ആത്മമണ്ഡലത്തിൽ അഭിഷേകം നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ നിറവിൽ അഭിഷേകത്തിന് മറ്റൊരു അഭിഷേകത്തിനെ കാണുമ്പോൾ ആത്മാവ് പരിവർത്തിക്കുന്നത് കൊണ്ട് താൻ ആത്മമണ്ഡലത്തിൽ തിരിച്ചറിയും. അവന്റെ മുഖത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നുണ്ടെങ്കിൽ അത് ഭോഷ്കായി പറയുന്നതല്ല, അത് കള്ളത്തരമായി പറയുന്നതല്ല. ആ ദൈവദാസൻ നിങ്ങളെ ആരെങ്കിലും നോക്കി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അന്നേരം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട്, കർത്താവേ അങ്ങന്റെ മേൽ പകരുന്ന ആ അഭിഷേകത്തിനായി നന്ദി പറയുന്നുവെന്ന് എത്ര പേർ പറയും? എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ചാട്ടെ, എല്ലാവരും ദൈവത്തിൽ അടച്ചാട്ടെ. എൻ്റെ മുമ്പിൽ 4 മിനിറ്റ് കൂടി സമയമുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കട്ടെ. എല്ലാ കണ്ണുകളും ദൈവം, ആരെയും നോക്കരുത് കേട്ടോ പ്രിയപ്പെട്ടവരെ. ഇനിയുള്ള സമയം ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ടൈമായിട്ട് ഞാൻ കാണുകയാണ്. ഇന്ന് ഒരു പക്ഷേ നിങ്ങൾ ഈ ഹാളിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ചില പ്രയാസങ്ങളും വേദനകളും സങ്കടങ്ങളും സമാധാനമില്ലായ്മയും എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെ ഞാൻ എങ്ങനെ വെല്ലുവിളിക്കുമെന്നും ഒക്കെ ഭാരപ്പെട്ടായിരിക്കും വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും പിളർത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന ചില ചെങ്കടലിൻ്റെ അവസ്ഥകളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ചില പ്രശ്നം അവൻ ഗോലിയാത്ത് പോലെ ഉയർന്നു നിൽക്കുന്ന ചില പ്രശ്നങ്ങളായിരിക്കും. ഇന്ന് പകൽക്കാലം യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇന്ന് കേട്ട ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പറയുക, കർത്താവേ എന്നെ തന്നെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഞാൻ ആ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് എവിടെയൊക്കെയോ ഒന്ന് മാറി യാത്ര ചെയ്തു. ഇന്ന് പകൽക്കാലം കർത്താവേ അങ്ങ് എന്നോടാണ് ഇടപെട്ടത്. ആ സമാധാനമില്ലാത്തൊരു ജീവിതം ഇനി എനിക്ക് വേണ്ട. ആ സമാധാനത്തിലേക്ക് എനിക്ക് മടങ്ങി വരണം. കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ ഉറപ്പോടുകൂടി എടുക്കപ്പെടുമെന്നുള്ള ഏറ്റവും വലിയ ഉറപ്പ് എൻ്റെ മേൽ വീണ്ടും മടക്കി തന്നതിനായി നന്ദി എന്ന് പറയുന്നവർ ഇന്നെനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം. ദൈവദാസനെ, എനിക്ക് അങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എനിക്കിനി ഈ ലോകത്തിൻ്റെ മോഹത്തിലൊരു യാത്ര വേണ്ട. ഞാൻ ഒരു കാല് പുറത്ത് വെച്ചിരുന്നു, ഞാൻ ആ കാലെടുത്ത് സാന്നിധ്യത്തിൻ്റെ സർക്കിളിനകത്തേക്ക് വെച്ച് കർത്താവിൻ്റെ വചനത്തിന് കീഴ്പ്പെട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുക. അങ്ങനെ പറയുന്നവർ മാത്രം ആ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ സാന്നിധ്യത്തിൻ്റെ അകത്ത് മാത്രം ഇനി ഞാൻ യാത്ര ചെയ്യത്തുള്ളൂ. ഒരു മടിയും വിചാരിക്കേണ്ട പ്രിയപ്പെട്ടവരെ. കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ കണ്ടുകൊണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ സമർപ്പിക്കുന്ന സമർപ്പണമുണ്ടല്ലോ, അത് ഒരു വ്യക്തിയുടെ മുമ്പിലല്ല സമർപ്പിച്ചിരിക്കുന്നത്. ഹൃദയത്തെ തിരിച്ചറിയുന്ന, ഹൃദയങ്ങളെ തിരിക്കുന്ന ദൈവത്തെയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മുമ്പാകെയാണ് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിതാവേ, ഈ കരങ്ങൾ ഉയർത്തി ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇനി മുതൽ ഇവർ സാന്നിധ്യത്തിനകത്ത് യാത്ര ചെയ്യട്ടെ. ഇനി മുതൽ ദൈവ സാന്നിധ്യത്തിനകത്ത് ഇവർ യാത്ര ചെയ്യട്ടെ. കർത്താവ്, ഇതുവരെയും ഇവരുടെ
ജീവിതത്തിൽ ഇവർ അനുഭവിച്ചിരുന്ന സകല പ്രശ്നങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറട്ടെ. എല്ലാവരും അല്പനേരം അന്യഭാഷകളിൽ ആരാധിച്ചു തുടങ്ങട്ടെ. ശക്തിയോടുകൂടി അല്പനേരം ആത്മാവിന്റെ നിറവിൽ ഇപ്പോൾ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവസഭയുടെ മേൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ വന്നവരെ പോലെ അല്ല നിങ്ങൾ മടങ്ങാൻ പോകുന്നത്, മറിച്ച് ആത്മാവിന്റെ നിറവിൽ ദൈവിക സാന്നിധ്യത്തിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ അവിടെ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവ സമാധാനമുണ്ട്. ആ സമാധാനത്തെ പ്രാപിച്ച് ആ സമാധാനത്തെ പ്രാപിക്കുന്ന ദൈവഭക്തന്റെ ജീവിതത്തെ ദൈവം പകർന്ന ദൈവശക്തി ഉണ്ടെന്നുള്ള അഭിഷേകത്തിന്റെ തിരിച്ചറിവ് ഇന്ന് പകൽക്കാലം ദൈവജനത്തിന് മേൽ വെളിപ്പെട്ട് വരുമ്പോൾ നിങ്ങൾ പുറപ്പെടുന്ന പുറപ്പാട് നിത്യത വരെയും ആ കർത്താവിന്റെ സമാധാനത്തിന്റെ അകത്താണ്, ആ കർത്താവിന്റെ കരുതലിന്റെ അകത്താണ്. ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം നിന്നെ മറന്നാലും, ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം നിന്നെ കൈവിട്ടാലും കൈവിടാത്ത കർത്താവിന്റെ സാന്നിധ്യത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഉറപ്പുള്ളവർ കരങ്ങളെ അടിച്ച് ശക്തിയോടെ ഇന്ന് വരെയും ദൈവത്തെ സ്തുതിക്കാത്ത അത്രത്തോളം ശക്തിയോടെ രണ്ട് കരങ്ങളെ തട്ടി ആ കർത്താവിന് മാത്രമായിട്ട് കൊടുത്താട്ടെ. പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജനത്തെ അനുഗ്രഹിച്ചതിനായി നന്ദി, ശുശ്രൂഷിക്കാൻ ബലപ്പെടുത്തിനെ നന്ദി പറയുന്നു. കർത്താവ് എല്ലാ മഹത്വവും ബഹുമാനവും പുകഴ്ചയും കർത്താവ് അങ്ങേക്ക് മാത്രം തരിക. കർത്താവിന്റെ വരവേറ്റവും അടുത്തതിനായി നന്ദി പറയുന്നു, ഒരുക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.